ഇൻഡസ്ട്രിയിൽ രാവിലെ തൊട്ട് വൈകിട്ട് വരെയുള്ള നിങ്ങളുടെ 8 മണിക്കൂർ വർക്കിനിടയിൽ ഒരുപാട് പ്രോസസ്സുകളുണ്ട്, പ്രൊസീജിയേഴ്സ് ഉണ്ട്, ചെക്ക് ലിസ്റ്റുകളുണ്ട്. ഇതൊന്നും നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാതെ ഇൻഡസ്ട്രിയിലേക്ക് എത്തുന്നതുകൊണ്ട് ഇൻഡസ്ട്രിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളാണ് ഞങ്ങളെ ഈ ഒരു ക്ലാസ് റൂമിലേക്ക് എത്തിക്കുന്നത്. ഇതൊരു 14 വർഷം നീണ്ട ഒരു പ്രോസസ്സിൻ്റെ അവസാനം, അതായത് വേൾഡിലെ ആദ്യത്തെ ഇൻഡസ്ട്രിയൽ യൂണിവേഴ്സിറ്റി ആദ്യം സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ കീഴിൽ ഓരോ ഓർഗനൈസേഷനെയും മിനി യൂണിവേഴ്സിറ്റിയാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി ഏരീസ് ഗ്രൂപ്പ് ഞങ്ങളുടെ ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് പുനലൂരിൽ സ്റ്റാർട്ട് ചെയ്തു. ഇതൊരു പരീക്ഷണശാലയാണ്. ഞങ്ങളുടെ 5 വർഷത്തെ ഒരു പ്രോജക്റ്റാണ്. കഴിഞ്ഞ മാസം 1-ാം തീയതിയാണ് ഇതിവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചോളം ഇതെൻ്റെ ജീവിതത്തിൻ്റെ ദ ലാസ്റ്റ് പ്രോജക്റ്റ് ഐ ആം ടേക്കിംഗ് അപ്പ്. ഇതുവരെയുള്ള എൻ്റെ എക്സ്പീരിയൻസ് മൊത്തം ഇത് വിജയിപ്പിച്ചുകൊണ്ട് അവസാനിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് ഞങ്ങൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്തു ഇതെന്തായിരിക്കും സംഭവിക്കുന്നത്. ഈ പ്രോജക്റ്റിൻ്റെ അവസാനം ഇത് കാണുവാൻ വേണ്ടി ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഓർ പ്രസിഡന്റ് ഷുഡ് കം ഹിയർ. ഇത് അറിഞ്ഞു കേട്ടുകൊണ്ട്, ഇത് ക്ലാസ് മാത്രമല്ല, ഈ നാടിൻ്റെ മാറ്റം അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ വിളിക്കാതെ ഇവിടെ വരണം. പക്ഷേ ഇന്ന് ഒരു ചരിത്ര മുഹൂർത്തമായിട്ട് ആദ്യമായിട്ട് ഒരു മിനിസ്റ്റർ ഇത് കാണാനായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ പ്രതീക്ഷ ശരിയാണെങ്കിൽ അടുത്ത മാസം മുഖ്യമന്ത്രി വരുന്നുണ്ട്. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇവിടെ വരുന്നു, ഇതറിയുന്നു. 1 വർഷത്തിനുള്ളിൽ ഞങ്ങളിത് വിജയകരമായിട്ട് ഏരിയസിനകത്ത് എല്ലാം പ്രവർത്തിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത 5 വർഷത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലത്തിലും ആരെങ്കിലും ഇതുപോലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്യും. ലോകം വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസ രംഗവും മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ലോകത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾക്കനുസൃതമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ പലപ്പോഴും പുറകോട്ട് പോകുന്നതിലൊരു കാര്യം. കേരളത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് റിസോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിലിരിക്കുന്ന വിദ്യാർത്ഥിനികൾ, നമ്മുടെ പുതുതലമുറ തന്നെയാണ്. നമുക്ക് തൊഴിലവസരങ്ങളില്ലാത്തതല്ല നമുക്ക് തൊഴിൽ ലഭിക്കാത്തതിൻ്റെ പ്രശ്നം. നമുക്ക് നാട്ടിൽ അല്ലെങ്കിൽ ലോകത്ത് ലഭ്യമായിട്ടുള്ള തൊഴിലവസരങ്ങൾ അത് നേടിയെടുക്കുവാൻ നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയിൽ നമുക്ക് വിദ്യാർത്ഥികളെ നമുക്ക് പ്രാപ്തമാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ കൊളാബറേഷൻ, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെ ഒരു ഇൻഡസ്ട്രിയായി മാറുന്നതോ അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രി തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായി മാറുന്ന ഒരു സംവിധാനം തീർച്ചയായിട്ടും ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ അത്യാവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ ഇന്നത്തെ തലമുറയ്ക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു പദ്ധതിയാണ് പ്രിയപ്പെട്ട ശ്രീ സോഹൻ റോയ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ പ്രയോജനം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. പരമാവധി വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുന്നു. സർ, ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്ററായി ചാർജ് എടുത്തതിന് ശേഷം സാറിന് എന്തെല്ലാം മാറ്റങ്ങളാണ് ആദ്യം തന്നെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? ഒന്ന്, നമ്മൾ ഈ കേരളത്തിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ഈ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം നമ്മളൊരു യൂണിഫോം പാറ്റേണിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ശ്രമം നടത്തുകയാണ്. 2, നമുക്ക് പരമാവധി സ്റ്റുഡൻറ്റ് മൊബിലിറ്റി, സ്റ്റുഡൻറ്റ് ഡൈവേഴ്സിറ്റി ഒക്കെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ പ്രോസസ്സ് എല്ലാം സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ പഠിക്കുന്നത് കുറെ കൂടി അട്രാക്റ്റീവ് ആക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.